ഇതിനകത്ത് നിങ്ങൾക്കറിയാമല്ലോ, ആദ്യം മുതലേ നമ്മൾ 2 കൊല്ലക്കാലമായിട്ട് ഈ ദേശീയപാതയിലെ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഞാൻ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, പാർലമെന്റിൽ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി മുമ്പാകെ, പാർലമെന്റിനകത്ത്, മന്ത്രിയുടെ മുമ്പാകെ ഒക്കെ ഉന്നയിച്ചതാണ് ഉദ്യോഗസ്ഥന്മാർ. അതുകൊണ്ടാണ് ഇന്ന് ചെയർമാനോട് ആവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റി ചെയർമാന്റെ പ്രതിനിധിയായിട്ട് കേരളത്തിൽ ചുമതല വഹിക്കുന്ന ദേശീയപാത അതോറിറ്റി മെമ്പർ അടക്കം പങ്കെടുത്തുകൊണ്ട് ഒരു മീറ്റിംഗ് നടത്തുന്നത്. നമ്മൾ 2 പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും. റോഡിന്റെ ഇരുവശവുമുള്ള വീടുകൾ മൊത്തം വെള്ളത്തിലല്ലേ. പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം ഈ റോഡ് കൺസ്ട്രക്ഷൻ ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ കൺസ്ട്രക്ഷനെ കുറിച്ച് തന്നെ വ്യാപകമായ പരാതിയുണ്ട്. ഉപയോഗിക്കുന്ന മണ്ണിനെ, ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. അഗാധമായ എവിടെ നോക്കിയാലും ഗർത്തങ്ങളാണ് കാണുന്നത്, വലിയ വലിയ കുഴികൾ. ഇത്തരം റോഡുകളിൽ എങ്ങനെ സുരക്ഷയോട് സഞ്ചരിക്കാൻ പറ്റും? അതുകൊണ്ട് സുരക്ഷാ ഓഡിറ്റ് ഇവിടെ അത്യാവശ്യമാണ്. കേരളത്തിന്റെ ദേശീയപാതയിൽ അത് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നതാണ്. സുരക്ഷാ ഓഡിറ്റ് ആവശ്യമാണ്. ഇവിടെയൊക്കെ അടിയന്തരമായ നടപടി വേണം. അതുകൊണ്ടാണ് ജനങ്ങളുടെ ആവശ്യങ്ങളുണ്ട് ഒരുപാട്. അണ്ടർപാസിന്റെ, പില്ലർ എലിവേറ്റഡ് ഹൈവേയുടെ, അതൊക്കെ ന്യായമായ ആവശ്യങ്ങളാണ്. അതൊക്കെ ഇന്ന് ചർച്ച ചെയ്യപ്പെടും. ന്യായമായ ആവശ്യങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഭാഗത്ത് നടത്തും. അതിൽ അന്നത്തെ അന്വേഷണം അട്ടിമറിച്ച ADGPക്കെതിരെ ഇപ്പോഴും നടപടിയില്ല. റിപ്പോർട്ട് ഇപ്പോഴും ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിവെച്ചിരിക്കുകയാണ് എന്നൊരു വിമർശനം നിലനിൽക്കുന്നുണ്ട്. ആ നടപടി പൂർത്തിയായിട്ടില്ലല്ലോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അതിനകത്ത് ആഭ്യന്തര വകുപ്പ് വളരെ ഗൌരവതരമായിട്ട് തന്നെയാണ് ആ കേസിനെ സമീപിച്ചത്. ആദ്യം തന്നെ നടപടിയെടുത്തു, നടപടി മുന്നോട്ട് പോയി. അതിനകത്ത് എന്തായാലും ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം UDF സർക്കാരിനുണ്ട്. അത് ചെയ്യുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതിനകത്ത് എത്ര ഉന്നതരായാലും ആരായാലും അത്തരക്കാർ കുറ്റക്കാരായിട്ടുള്ള ആളുകൾ നിയമത്തിന്റെ പരിധി വരുക തന്നെ വേണം. ADGP DGP ആകാനിരിക്കുകയാണെന്നാണ് പറയുന്നത്. മറ്റൊരു നടപടിയിലേക്കും പോകുന്നില്ല. എല്ലാവരെയും നടന്ന് മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവരെ തല്ലുന്നവനെ ജസ്റ്റിഫൈ ചെയ്യുന്നതാണ് ഒരു ക്വാളിഫിക്കേഷൻ. ഈ തോമസിനെ പോലെ തന്നെ തല തല്ലിപ്പൊളിച്ചിട്ട് ആ തല്ലിപ്പൊളിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാ സംരക്ഷണവും ഒതുക്കുന്നതാണോ ഇതൊക്കെ ആകാനുള്ള? അതൊക്കെ നിങ്ങളുടെ സങ്കല്പങ്ങളല്ലേ. വരട്ടെ. അതുപോലെ തന്നെ KSU പ്രസിഡന്റ് ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പഴയ SFIക്കാർക്ക് വരെ പുതിയ സർക്കാർ വന്നിട്ട് അതൊക്കെ പാർട്ടിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ പൊതുമധ്യത്തിൽ വിഴിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രി ഒന്ന് പറയുന്നു, പ്രതിപക്ഷം വേറൊന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്താണ് കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക സ്റ്റാൻഡ് എന്താണ്? അല്ല, കോൺഗ്രസിന്റെ നിലപാട് ദേശീയ തലത്തിൽ ഉണ്ടല്ലോ. ആ നിലപാട് കൃത്യമായിട്ടുണ്ട്. മുഖ്യമന്ത്രി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ താല്പര്യങ്ങൾ ശാനിക്കുന്ന ഒരു കാര്യത്തിനും മുന്നോട്ട് പോവില്ല എന്ന് മുഖ്യമന്ത്രി ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്, പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പോട്ട കാര്യം എന്താ ഉള്ളത് അക്കാര്യത്തിൽ? അല്ല, ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇക്കാര്യത്തിൽ കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ ഏതെങ്കിലും മുതലാളിയോ കോർപ്പറേറ്റ് ഉടമകളോ സംരക്ഷിക്കുന്ന രീതിയിൽ UDF സർക്കാർ മുന്നോട്ട് പോകില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വസിക്കാനാണ് നമ്മളെല്ലാം കേരളീയർ തയ്യാറാവുന്നത്. ഇതിനകത്ത് അല്ല, പാർട്ടി ചർച്ചകളൊക്കെ തന്നെ ഞാൻ പറഞ്ഞു. പാർട്ടി ഭരണം വന്നിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞ് 1.5 മാസം ആയതല്ലേ ഉള്ളൂ. പാർട്ടിയുടെ ഫോർമൽ കമ്മിറ്റികളൊക്കെ തന്നെ കുറച്ചുകൂടി ശക്തമാക്കി വരേണ്ടതായിട്ടുണ്ട്. അതിന്റെയൊക്കെ നടപടികളില്ല പാർട്ടി. അപ്പൊ അതൊക്കെ ഫോർമലായിട്ട് നടക്കും, ഡിസ്കഷൻ നടക്കും പാർട്ടിക്കകത്ത്. G. സുധാകരനെതിരായിട്ട് വലിയ പ്രതിഷേധം വിഭാഗങ്ങൾ നടത്തുന്നു. ഇന്നലെ MLA ഒരു മന്ത്രി ഒരു സ്കൂളിൽ ചെന്നതിന്റെ പേരിലാണ് അവിടെ അവസാനം ഒരു സംഘർഷം പോലും ഉണ്ടായി. ഇപ്പൊ അവർ പോയി ആശുപത്രിയിൽ അഡ്മിറ്റായി. ഇപ്പൊ MLAയുടെ ഓഫീസിലേക്ക് ഇന്ന് പ്രതിഷേധ പ്രകടനം വെക്കുകയാണ്. അങ്ങനെ MLA ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ഒരു ശ്രമം നടക്കുന്നതായിട്ട് കണ്ടോ? അല്ല, അതുകൊണ്ട് MLA ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന സംഭവമൊന്നുമില്ല. സുധാകരൻ ഒറ്റക്കല്ല, ജനങ്ങളുണ്ട്. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് സുധാകരനോടൊപ്പം ഉണ്ടാവും. ഈ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം CPM നേതാവ് എന്ന നിലയിൽ CPM രാജിവെച്ചിട്ടാണ് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് നിന്ന് രാജിവെച്ചവരെ എത്ര പേര് കോൺഗ്രസിനെ അപഹസിച്ചുകൊണ്ട് പോയിട്ട് CPM സ്വീകരിച്ചിട്ടുണ്ട്. CPM അവർക്ക് മാലയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നല്ലേ അന്ന് അവർ പറഞ്ഞത്. ഇവരിപ്പോഴും നന്നാവാൻ ഉദ്ദേശിക്കുന്നതിന്റെ തെളിവാണ് ഇത്തരം കാര്യങ്ങൾ. MLAയെ പൊതുവേദിയിൽ വെച്ച് വിചാരണ ചെയ്യുന്നവർ ശ്രമിക്കുക. ആ കാലമാണോ ഇത്? CPMന്റെ അണികൾ പോലും ഇത് അംഗീകരിക്കുമോ? ആ അണികളടക്കം വോട്ട് നൽകിയിട്ടില്ല സുധാകരനെ ജയിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് നിങ്ങളുടെ നയങ്ങളുള്ള പ്രതിഷേധത്തിന്റെ പ്രതിഫലനമാണ് സുധാകരന്റെ ഈ ഭൂരിപക്ഷം. അത് മനസ്സിലാക്കിയിട്ട് നടപടി സ്വീകരിക്കുന്നതിന് പകരം നിങ്ങൾ MLA പൊതുമധ്യത്തിൽ വിചാരണ ചെയ്യുക, മോശനം ചെയ്യുക. MLAയുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളെ പാർട്ടി നേതാക്കന്മാർക്ക് പ്രസംഗിക്കാം, അല്ലെങ്കിൽ പറയാം. നിയമസഭയുണ്ട്, അവിടെ സംസാരിക്കാം. അതല്ലാതെ MLA വഴി നടക്കുമ്പോൾ തടയാനും പിടിക്കാനും വിചാരണ ചെയ്യാനും പോകുന്നത് നിങ്ങൾ പഴയ ഫാസിസ്റ്റ് സ്റ്റൈൽ ഇപ്പോഴും തുടരുകയാണ്. 10 കൊല്ലം ഭരിച്ചതിന്റെ അത് കംപ്ലീറ്റ് ഇറങ്ങിയിട്ടില്ല. അതിന്റെ തെളിവാണ് ഇത്. മനസ്സിലായില്ലേ? അതിന്റെ ആ അഹങ്കാരവും ധിക്കാരവും ഇപ്പോഴും അവരെ പിന്തുടരുന്ന തെളിവാണ്. അവർ പാർട്ടി നിയന്ത്രിക്കണം ഇത്തരക്കാരെ. അവർക്ക് ജനങ്ങളിൽ വിശ്വാസം വീണ്ടും വീണ്ടെടുക്കണമെങ്കിൽ ഇത്തരം നടപടികളാണ് അവസാനിപ്പിക്കേണ്ടത്. അതിന് പകരം ഇത്തരം നടപടികളെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിന്റെ പേരിലായാലും
തെറ്റായ കാര്യമാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഏതെങ്കിലും ജനപ്രതിനിധിയെ ഭീഷണിപ്പെടുത്തിയിട്ട് തെരുവിൽ തടയാനൊക്കെ മെനക്കെട്ടാൽ CPM-ലെ ജനപ്രതിനിധികൾക്ക് തടക്കാൻ പറ്റുമോ? UDF തീരുമാനിച്ചത് അതുപോലെ. അതവർ മനസ്സിലാക്കണം. ജനപ്രതിനിധികളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ കയറി പിടിക്കുക, അവരെ തെരുവിൽ ചോദ്യം ചെയ്യുക, ഇതൊന്നും ജനാധിപത്യത്തിന് ഭൂഷണമായ കാര്യമല്ല. ഭൂഷണമായ കാര്യങ്ങൾ ചെയ്യൂ, നിങ്ങൾ എതിർക്കൂ, വിമർശിക്കൂ, അതിനൊന്നും ആർക്കും തെറ്റില്ല. പക്ഷേ ഈ രീതി അവസാനിപ്പിക്കണം. കൈക്കൂലിക്കാരനാണ്, കൈക്കൂലി മേടിച്ചു എന്നാണ് ഇന്നലെ എക്സലാം പറഞ്ഞത്. അത് ജനങ്ങളോട് പറഞ്ഞ ഇതൊക്കെ ആരും വിശ്വസിക്കും.